അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ചൂര കറി വെക്കാൻ പോവുകയാണ്. ഞാൻ ചൂര മുറിച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിന് വേണ്ട കുറച്ച് അരപ്പുണ്ടാക്കണം. നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. ഉലുവയും കൂടെ പൊട്ടിക്കാം. കുറച്ച് മതി. ഉലുവ നല്ലപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് ജീരകം ഇടാം. വലിയ ജീരകമാണ്. തീ കുറച്ച് വെക്കാം. നമുക്ക് തിരികെ വെച്ച തേങ്ങ ഇതിലും കൂടെ അതിലോട്ട് ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം. തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിന് നല്ലതുപോലെ വറുത്ത് ബ്രൗൺ നിറത്തിൽ ഇറക്കി വെക്കണം. അത് നല്ലപോലെ വറുത്തെടുത്ത് അതിന് ഇതിൽ കുറച്ച് കൊച്ചുള്ളിയും 2-3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ വേണം. വേണ്ട ഈ കൊച്ചുള്ളി അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അതും കൂടെ വറുക്കുന്ന തേങ്ങയിലോട്ടിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ ഈ കൂട്ടി ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇപ്പം കണ്ട തേങ്ങ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളകൊക്കെ എടുത്തിടാം. നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് ഇട്ടാൽ മതി. ഞാൻ 1.5 സ്പൂൺ മുളക് ഇടുന്നുണ്ട്. പച്ചമുളക് 4 ഇട്ടുകൊണ്ടാണ്. ഇത് എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് 1.5 സ്പൂൺ ഇട്ട് 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഒരു സ്പൂണും കുറച്ചും കൂടെ ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ നമുക്ക് ഇന്ന് മുളകൊന്ന് കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് ചൂടാക്കി എടുത്താൽ മതിയാവും. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇത് ഓഫാക്കാൻ പോവുകയാണ്. ഇത് തണുക്കണം. തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരക്കാം. അപ്പോൾ തേങ്ങ നല്ലപോലെ തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതാ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുരുവില്ലാത്ത പുളിയാണിത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളിയാണ്. ഇതും കൂടെ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരച്ച് വരുമ്പോഴേക്ക് നമുക്ക് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ കറി കാച്ചാനുള്ളത്. അപ്പോൾ തേങ്ങ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചിട്ടിട്ട് പിന്നെ ഇതിലോട്ട് ഒരു തക്കാളി 2-3 പച്ചമുളകും കൂടെ മുറിച്ചിടാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് നേരത്തെ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടായിരുന്നു. കുറച്ച് ഉലുവ ശകലം ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. താളിച്ചെടുക്കാനാണ്. ഞാൻ കറി കാച്ചുന്ന മുമ്പേ തന്നെ താളിക്കും. ചിലരൊക്കെ കറി ആയിക്കഴിഞ്ഞതിന് ശേഷം താളിച്ച് വയ്ക്കലാണ്. ഞാൻ കറിൻ്റെ കൂടെ തന്നെ താളിച്ച് വയ്ക്കും. ഉലുവ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇടാം. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ അതിലോട്ട് ഒഴിക്കാം.
നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ മിക്സി കഴിയ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് വെക്കാം. മിക്സി കഴിയ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് വെക്കാം. നമ്മൾ എടുത്ത് വെച്ച ഒരു തക്കാളിയും 2-3 പച്ചമുളകും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. തിളയ്ക്കുമ്പോഴാണ് ഞാൻ മീനിടാറുള്ളത്. തിളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ച ചൂരയാണ്, അത് ഒന്നും കൂടെ ഉപ്പിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്, കാരണം മീനിന് കുറച്ച് ഉപ്പ് പിടിക്കണമല്ലോ, അതിനാണ് ഉപ്പിട്ട് വെച്ചാൽ. ഒന്നും കൂടെ കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മൾ മീനൊന്നും കൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. കറി നല്ലപോലെ തിളക്കുന്നുണ്ട്. അതിലോട്ട് ഈ മീൻ വാരിയിട്ട് കൊടുക്കാം. ചെറുതായി ഇളക്കി കൊടുക്കാം. കറി വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വെക്കരുത്, കാരണം ഈ ചൂരക്കകത്ത് നിന്ന് വെള്ളം ഇറങ്ങും വേവുമ്പോൾ. അതുകൊണ്ട് വെള്ളം കുറച്ച് വെച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലപോലെ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കറി നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. എന്നാ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കൊള്ളണം, ഉപ്പ് കുറവുണ്ടെന്ന്. ഞാൻ മീൻ കണ്ടിച്ചപ്പോഴേ ഉപ്പിട്ടുകൊണ്ട് മീൻ ഉപ്പ് പിടിച്ച് കാണും. അതിൽ കുറച്ച് ഉപ്പുണ്ടാ നോക്കണം. കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് വെക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് വരുമോ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. മീൻ ചെറിയ തീയിൽ നല്ലപോലെ അവിടെ കിടന്ന് വേവട്ടെ. നമുക്കൊന്നും കൂടെ ഇത് അടച്ച് വെക്കാം. കറിയുണ്ടോ നല്ലപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി വെക്കാം. നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടെ അതിൻ്റെ മണ്ടയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഓഫാക്കാം.